Hi friends, question and പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബോട്ട് ലാസ്കർ എക്സാം എന്ന കൂട്ടുകാർക്കായി കോൾറെഗ് നിയമങ്ങളാണ്. കോൾറെഗ് റൂൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കോൾറെഗിന്റെ ഫുൾ ഫോം കൺവെൻഷൻ ഓൺ ദി ഇന്റർനാഷണൽ റെഗുലേഷൻസ് ഫോർ പ്രിവെന്റിംഗ് കൊളീഷൻസ് അറ്റ് സീ 1972. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1972 കോൾറെഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലൊന്ന് ട്രാഫിക് സെപ്പറേഷൻ സ്കീമുകൾക്ക് നൽകിയ അംഗീകാരമാണ്. റൂൾ 10 അനുസരിച്ച് സുരക്ഷിതമായ വേഗത, കൂട്ടിയിടിയുടെ അപകട സാധ്യത, ട്രാഫിക് സെപ്പറേഷൻ സ്കീമുകളിലോ സമീപത്തോ പ്രവർത്തിക്കുന്ന കപ്പലുകളുടെ പെരുമാറ്റം എന്നിവ നിർണ്ണയിക്കാൻ മാർഗനിർദ്ദേശം നൽകുന്നു. അടുത്തത് കോൾറെഗിൽ 6 സെക്ഷനായി തിരിച്ചിരിക്കുന്ന 41 നിയമങ്ങൾ അടങ്ങിയിരിക്കുന്നു. കൂടാതെ 4 അനക്സുകളുമുണ്ട്. അതിൽ പാർട്ട് എ ജനറൽ, പാർട്ട് ബി സ്റ്റിയറിംഗ് ആൻഡ് സെയിലിംഗ്, പാർട്ട് സി ലൈറ്റ്സ് ആൻഡ് ഷേപ്സ്, പാർട്ട് ഡി സൗണ്ട് ആൻഡ് ലൈറ്റ് സിഗ്നൽസ്, പാർട്ട് ഇ എക്സംഷൻസ്, പാർട്ട് എഫ് വെരിഫിക്കേഷൻ ഓഫ് കംപ്ലൈൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി കൺവെൻഷൻ. അപ്പോൾ ഇനി അതൊക്കെ എന്തൊക്കെ നമുക്ക് നോക്കാം. അനക്സുകൾ ലൈറ്റുകളും ആകൃതികളും അവയുടെ സ്ഥാനവും സംബന്ധിച്ച സാങ്കേതിക ആവശ്യകതകൾ. അനക്സുകൾ അടങ്ങിയിരിക്കുന്നത് ശബ്ദ സിഗ്നലിംഗ് ഉപകരണങ്ങൾ, അടുത്തെത്തുമ്പോൾ മത്സ്യബന്ധനയാനങ്ങൾക്കുള്ള അഡീഷണൽ സിഗ്നലുകൾ, അന്താരാഷ്ട്ര ദുരിത സിഗ്നലുകൾ. അടുത്ത നമുക്ക് നോക്കാം പാർട്ട് എ ജനറൽ. അതിലെ റൂൾസ് 1 മുതൽ 3 വരെയാണ്. അതായത് ഭാഗം എ പൊതുവായ നിയമങ്ങൾ 1 മുതൽ 3 വരെ എന്തൊക്കെ പറയുന്നു നോക്കാം. റൂൾ 1 പറയുന്നത് പുറംകടലിലെ എല്ലാ കപ്പലുകൾക്കും പുറംകടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നതും കടൽപാതകൾ വഴി സഞ്ചരിക്കാവുന്നതുമായ എല്ലാ ജലാശയങ്ങൾക്കും നിയമങ്ങൾ ബാധകമാണ്. റൂൾ 2 നിയമങ്ങൾ പാലിക്കാനുള്ള ഉത്തരവാദിത്തം ഉടമയ്ക്കും ജോലിക്കാർക്കുമുണ്ട്. റൂൾ 3 നിർവചനങ്ങളാണ്. അടുത്ത് നോക്കാം പാർട്ട് ബി സ്റ്റിയറിംഗ് ആൻഡ് സെയിലിംഗ്. അത് റൂൾസ് 4 മുതൽ 19 വരെയാണ്. സെക്ഷൻ 1 കണ്ടക്ട് ഓഫ് വെസൽസ് ഇൻ എനി കണ്ടീഷൻസ് ഓഫ് വിസിബിലിറ്റി. റൂൾസ് 4 മുതൽ 10 വരെ പറയുന്നു. അപ്പോൾ റൂൾ 4 പറയുന്നത് വിസിബിലിറ്റിയുടെ ഏതവസ്ഥയിലും ഈ സെക്ഷൻ ബാധകമാണെന്നാണ്. അതുപോലെ റൂൾ 5 എല്ലാ വെസൽസും എപ്പോഴും കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും നിലവിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അതായത് ലഭ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും കൂട്ടിയിടിയോ അപകട സാധ്യതയുണ്ടോ എന്ന് വിലയിരുത്തണം. ഇനി റൂൾ 6 ആണ് സുരക്ഷിതമായ വേഗത. ഓരോ കപ്പലും എല്ലായ്പ്പോഴും സുരക്ഷിതമായ വേഗത നിർണ്ണയിക്കുന്നതിൽ കണക്കിലെടുക്കേണ്ട ഘടകങ്ങൾ നിയമം വിവരിക്കുന്നു. ഇവയിൽ പലതും റഡാർ ഘടിപ്പിച്ച കപ്പലുകളെ സൂചിപ്പിക്കുന്നു. റൂൾ 7 പറയുന്നത് കൂട്ടിയിടിയോ അപകട സാധ്യതയോ വന്നാൽ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ്. റഡാർ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം അനുമാനങ്ങൾ ശരിയാണെന്ന് നിർണ്ണയിക്കരുതെന്ന് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അടുത്ത റൂൾ 8 കൂട്ടിയിടി ഒഴിവാക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ. റൂൾ 9 പറയുന്നത് ഒരു ഇടുങ്ങിയ ചാനലിന്റെയോ ഫെയർവേയുടെയോ ഗതിയിൽ പോകുന്ന ഒരു വെസൽ അതിന്റെ സ്റ്റാർബോർഡ് വശത്ത് ഇത് ചാനലിന്റെയോ ഫെയർവേയുടെ പുറം പരിധിക്ക് സമീപം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അടുത്ത നോക്കാം അതേ നിയമം 20 മീറ്റർ താഴെ നീളമുള്ള ഒരു കപ്പൽ ഇടുങ്ങിയ ചാനൽ അല്ലെങ്കിൽ ഫെയർവേയിൽ മാത്രം സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്ന കടന്നു പോകുന്നതിന് തടസ്സപ്പെടുത്തരുത്. കപ്പലുകൾ ഇടുങ്ങിയ ചാനൽ അല്ലെങ്കിൽ ഫെയർവേ കടക്കുന്നതും നിയമങ്ങൾ വിലക്കുന്നുണ്ട്. അടുത്ത് നോക്കാം റൂൾ 10 ആണ് കൂട്ടിയിടി നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഓർഗനൈസേഷൻ അംഗീകരിച്ച ട്രാഫിക് സെപ്പറേഷൻ സ്കീമുകളിലോ സമീപത്തോ ഉള്ള കപ്പലുകളുടെ പെരുമാറ്റം കൈകാര്യം ചെയ്യുന്നു. റൂൾ 10 കൂട്ടിയിടി നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഓർഗനൈസേഷൻ അംഗീകരിച്ച ട്രാഫിക് സെപ്പറേഷൻ സ്കീമുകളിലോ സമീപത്തോ ഉള്ള കപ്പലുകളുടെ പെരുമാറ്റം കൈകാര്യം ചെയ്യുന്നു. ഇനി സെക്ഷൻ 2 കണ്ടക്ട് ഓഫ് വെസൽസ് ഇൻ സൈറ്റ് ഓഫ് വൺ അനദർ. അത് റൂൾസ് 11 തൊട്ട് 18 വരെയാണ്. പരസ്പരം കാണുന്ന വെസൽസിന്റെ പെരുമാറ്റങ്ങളൊക്കെയാണ് ഈ റൂൾസിൽ പറയുന്നത് എങ്ങനെയാവണമെന്നൊക്കെ. അപ്പോൾ റൂൾ 11 പറയുന്നത് ഈ വിഭാഗം പരസ്പരം കാണുന്ന വെസൽസിന് ബാധകമാണ്. റൂൾ 12 2 കപ്പലുകൾ പരസ്പരം അടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികൾ പറയുന്നു. അതുപോലെ റൂൾ 13 ഓവർടേക്കിംഗ്
ഓവർടേക്ക് ചെയ്യുന്ന വെസലിനെ മറികടക്കുന്ന വഴിയിൽ നിന്ന് അകറ്റി നിർത്തണം. റൂൾ 14 ഹെഡ് ഓൺ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. റൂൾ 15 ക്രോസിംഗ് സാഹചര്യങ്ങൾ. റൂൾ 17 ഗിവ് വേയിൽ വെസൽ സ്വീകരിക്കേണ്ട നടപടികൾ ഉൾക്കൊള്ളുന്നു. അതുപോലെ റൂൾ 17 ആക്ഷൻ ഓഫ് സ്റ്റാൻഡ് ഓൺ വെസൽ, കൂട്ടിയിടി ഒഴിവാക്കാനുള്ള നടപടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റൂൾ 18 കപ്പലുകൾക്കിടയിലുള്ള ഉത്തരവാദിത്തങ്ങൾ. ഇനി സെക്ഷൻ 3 കണ്ടക്ട് ഓഫ് വെസൽസ് ഇൻ റെസ്ട്രിക്റ്റഡ് വിസിബിലിറ്റി. റൂൾ 19 ആണത്. റൂൾ 19 പറയുന്നത് നിലവിലുള്ള സാഹചര്യങ്ങൾക്കും മങ്ങിയ ദൃശ്യപരതയിലും അനുയോജ്യമായി സുരക്ഷിതമായ വേഗതയിൽ ഓരോ കപ്പലും മുന്നോട്ട് പോകുക. അടുത്തത് പാർട്ട് സി ആണ്, ലൈറ്റ്സ് ആൻഡ് ഷേപ്സ്. അത് റൂൾസ് 20 മുതൽ 31 വരെ. റൂൾ 20 സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ ലൈറ്റുകൾ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ബാധകമാണ്. റൂൾ 21 ഇതിനെക്കുറിച്ചുള്ള നിർവചനങ്ങളാണ്. അടുത്തത് റൂൾ 22 ലൈറ്റുകളുടെ ദൃശ്യപരത. ഏതുതരം വെസലാണോ അതനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ പരിധികളിൽ, അതായത് നോട്ടിക്കൽ മൈലിൽ ലൈറ്റുകൾ ദൃശ്യമാകണം. റൂൾ 23 വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വെസൽസ് കൊണ്ടുപോകേണ്ട ലൈറ്റുകളെ കുറിച്ച് പറയുന്നു. റൂൾ 24 പറയുന്നത് വെസൽസ് വലിക്കുന്നതിനും തള്ളുന്നതിനുമുള്ള ലൈറ്റുകൾ. അടുത്തത് റൂൾ 25 ആണ്, സെയിലിംഗ് കപ്പലുകൾക്കും തുഴകൾക്ക് കീഴിലുള്ള കപ്പലുകൾക്കുമുള്ള ലൈറ്റിന്റെ ആവശ്യകതകൾ. റൂൾ 26 മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള ലൈറ്റിന്റെ ആവശ്യകതകൾ. റൂൾ 27 കമാൻഡിന് കീഴിലല്ലാത്തതോ നിയന്ത്രണമില്ലാത്തതോ ആയ കപ്പലുകൾക്കുള്ള ലൈറ്റിന്റെ ആവശ്യകതകൾ ഉൾക്കൊള്ളുന്നു. റൂൾ 28 ഡ്രാഫ്റ്റ് മൂലം പരിമിതപ്പെടുത്തിയിരിക്കുന്ന വെസലുകൾക്കുള്ള ലൈറ്റിന്റെ ആവശ്യകതകൾ. അടുത്ത റൂൾ 29 ആണ്, പൈലറ്റ് വെസലുകൾക്കുള്ള ലൈറ്റിന്റെ ആവശ്യകതകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. റൂൾ 29. റൂൾ 31 നങ്കൂരമിട്ടിരിക്കുന്നതും നങ്കൂരമിട്ടുകൊണ്ടിരിക്കുന്നതുമായ വെസലുകൾക്കുള്ള ലൈറ്റിന്റെ ആവശ്യകതകളെ കുറിച്ച് പറയുന്നു. റൂൾ 31 സീപ്ലെയിൻസ് ലൈറ്റിന്റെ ആവശ്യകതകൾ. അടുത്തത് പാർട്ട് ഡി ആണ്, സൗണ്ട് ആൻഡ് ലൈറ്റ് സിഗ്നൽസ്. അത് റൂൾസ് 32 മുതൽ 37 വരെയാണ് പറയുന്നത്. റൂൾ 32 വിസിൽ, ഷോർട്ട് ബ്ലാസ്റ്റ്, പ്രൊലോങ്ഡ് ബ്ലാസ്റ്റ് എന്നിവയുടെ നിർവചനങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നു. റൂൾ 33 12 മീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള വെസൽ ഒരു വിസിലും മണിയും വഹിക്കണമെന്നും 100 മീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള വെസൽ ഒരു ഗോങ്ങും വഹിക്കണമെന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നു. റൂൾ 33 പറയുന്നത് 12 മീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള വെസൽ ഒരു വിസിലും മണിയും വഹിക്കണമെന്നും 100 മീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള വെസൽ ഒരു ഗോങ്ങും വഹിക്കണം. അടുത്ത റൂൾ 34 ആണ്, വിസിൽ, ലൈറ്റ്, വാർണിംഗ് സിഗ്നലുകൾ, അതായത് മുന്നറിയിപ്പ് സിഗ്നലുകൾ എന്നിവ ഉൾപ്പെടുന്നു. റൂൾ 34 വിസിൽ, ലൈറ്റ്, വാർണിംഗ് സിഗ്നലുകൾ എന്നിവ ഉൾപ്പെടുന്നു. റൂൾ 35 നിയന്ത്രിതമായിട്ടുള്ള ദൃശ്യപരതയിൽ ഉപയോഗിക്കേണ്ട ശബ്ദ സിഗ്നലുകളെ കുറിച്ച് പറയുന്നു. റൂൾ 36 ശ്രദ്ധ ആകർഷിക്കാൻ ഉപയോഗിക്കേണ്ട സിഗ്നലുകൾ. റൂൾ 37 ദുരിത സിഗ്നലുകൾ ഉൾപ്പെടുന്നു. ഇനി പാർട്ട് ഇ ആണ്, എക്സംഷൻസ്, അതായത് ഒഴിവാക്കലുകൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. റൂൾ 38 1960 കൂട്ടിയിടി നിയന്ത്രണങ്ങൾ പാലിക്കുകയും 1972 കൂട്ടിയിടി നിയന്ത്രണങ്ങൾ നിലവിൽ വന്നപ്പോൾ നിർമ്മിച്ചതോ ഇതിനകം നിർമ്മാണത്തിൽ ഇരിക്കുന്നതോ ആയ കപ്പലുകളെ നിശ്ചിത കാലയളവിലേക്ക് ലൈറ്റ്, ശബ്ദ സിഗ്നലുകൾക്ക് ചില ആവശ്യകതകളിൽ നിന്ന് ഒഴിവാക്കാം. നമുക്ക് റൂൾ 38 1960 കൂട്ടിയിടി നിയന്ത്രണങ്ങൾ പാലിക്കുകയും 1972 കൂട്ടിയിടി നിയന്ത്രണങ്ങൾ നിലവിൽ വന്നപ്പോൾ നിർമ്മിച്ചതോ ഇതിനകം നിർമ്മാണത്തിലിരിക്കുന്നതോ ആയ കപ്പലുകളെ നിശ്ചിത കാലയളവിലേക്ക് ലൈറ്റ്, ശബ്ദ സിഗ്നലുകൾക്കുള്ള ചില ആവശ്യകതകളിൽ നിന്ന് ഒഴിവാക്കാം. അടുത്തത് പാർട്ട് എഫ് ആണ്, വെരിഫിക്കേഷൻ ഓഫ് കംപ്ലൈൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി കൺവെൻഷൻ. അത് റൂൾസ് 39 41. അതായത് റൂൾസ് 39 മുതൽ 41 വരെയുള്ള നിയമങ്ങൾ
IMO മെമ്പർ സ്റ്റേറ്റ് ഓഡിറ്റ് സ്കീമിന് കീഴിലുള്ള കാര്യങ്ങൾ അനുസരിക്കുക, ഓർഗനൈസേഷന്റെ സ്ഥിരീകരണം എന്നിവ കൂട്ടിച്ചേർത്തു. റൂൾസ് 39 മുതൽ 41 വരെയുള്ള നിയമങ്ങൾ IMO മെമ്പർ സ്റ്റേറ്റ് ഓഡിറ്റ് സ്കീമിന് കീഴിലുള്ള കാര്യങ്ങൾ അനുസരിക്കുക, ഓർഗനൈസേഷന്റെ സ്ഥിരീകരണം എന്നിവ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇത്രയുമാണ് ഈ നിയമങ്ങൾ പറയാനുള്ളത്. അത്യാവശ്യം വേണ്ടത് മാത്രമേ എടുത്തുള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. നിങ്ങളുടെ എക്സാമിന് വേണ്ടത് മാത്രം അപ്പോൾ നോക്കുക. ബാക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളത് കളക്ട് ചെയ്യാമെങ്കിൽ കളക്ട് ചെയ്ത് തന്നെ പഠിക്കുക. അത്യാവശ്യം നിയമങ്ങളൊക്കെ ചോദിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോസൊക്കെ നോക്കുക, പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കുക. ഓക്കെ, താങ്ക് യു.